السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹാദരവുള്ള ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിശുദ്ധ റബീന്റെ ആഘോഷവേളയിൽ നിങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റിരുന്ന് അല്പം സംസാരിച്ച ബർക്കത്തെടുക്കാൻ തൗഫീക്ക് നൽകിയ പടച്ചറബിന് തന്നെ ആദ്യം സ്തുതി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം തുടരുന്നു. അൽഹംദുലില്ലാഹ്. ലോകമെമ്പാടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ്. കാരണം മനുഷ്യർക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മനുഷ്യർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് മുത്തുനബി. മനുഷ്യ ജീവിത ലോകത്ത് ഉന്നത വർഗമാണ്. ഖുർആൻ പറയുന്നത് കേട്ടില്ലേ? വലഖദ് കറംനാ ബനീ ആദം. ആദം സന്തതികളെ നാം ബഹുമാനിച്ചു. അഥവാ മനുഷ്യരാണ് ഉന്നത സംസ്കാര ബോധമുള്ള ജീവി. അപ്പോൾ ഉന്നതവും ഉദാത്തവുമായ ഒരു മനുഷ്യ വിഭാഗത്തെ ഉന്നതിയിലേക്ക് നയിക്കാൻ വേണ്ടി ഉന്നതനായ ഒരാൾ തന്നെ വേണം. മനുഷ്യർ അല്ലാഹു തആലയുടെ പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ ഉന്നത സംസ്കാര ബോധമുള്ളവനാവേണ്ടത് അത് മനുഷ്യന്റെ കടമയാണ്. അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരുടെയും നേതാവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഇസ്ലാമിന്നോളം ആശയസാദികളെ നമുക്ക് ഏതൊരു പരിസരത്തും എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രാചീന നിലനിന്നിരുന്ന നമ്മുടെ രാജ്യത്തിൽ നിന്നും അമേരിക്കയിലെ കാലിഫോർണിയയിലേക്ക് പ്രഭാഷണത്തിനായി ക്ഷണിക്കപ്പെട്ട സ്വാമി വിവേകാനന്ദ് പറയുന്നത് നമുക്ക് ചരിത്ര പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സ്വാമി വിവേകാനന്ദ് അമേരിക്കയിലെ കാലിഫോർണിയയിലേക്ക് പ്രഭാഷണത്തിനായി ക്ഷണിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പ്രഭാഷണം തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ പറഞ്ഞ വാക്ക് ഇതായിരുന്നു: മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്. ഈ വാക്ക് കേട്ടപ്പോൾ കാലിയായിരുന്ന ആ സദസ് പിന്നീട് കൂട്ടങ്ങളായി തിങ്ങി നിറയുന്നു. പിന്നെയും അദ്ദേഹത്തെ അമേരിക്കയിലെ കാലിഫോർണിയയിലേക്ക് പ്രഭാഷണത്തിനായി ക്ഷണിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു: എനിക്ക് ഈ വാക്ക് പഠിപ്പിച്ചു തന്നത് മക്കയിലെ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന്. നാം എല്ലാവരും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽസ്വഭാവവും സംസ്കാരവും പിൻപറ്റി ജീവിക്കാൻ തയ്യാറാകണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.